ഈ വർഷത്തെ +2 ഫിസിക്സ് എക്സാമിനേഷൻ പേപ്പറിൽ ഗൗസസ് ലോൻ്റെ ഒരു ആപ്ലിക്കേഷൻ, അതൊന്നും ഇല്ലെങ്കിൽ ലൈൻ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്ലെയിൻ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ ആയിക്കോട്ടെ, അല്ലെ ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ ആയിക്കോട്ടെ, ഇതിൽ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഡെറിവേഷൻ പരീക്ഷയിൽ എന്തായാലും ചോദിച്ചിരിക്കും. ചോദിക്കുമ്പോൾ അത് 3-4 മാർക്കിനായിരിക്കും പരീക്ഷയിൽ എന്തായാലും ചോദിക്കുക. അപ്പോൾ ആ ചോദ്യം വരുമ്പോൾ എങ്ങനെ ആ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കണമെന്നും ആ 3-4 മാർക്കോ എങ്ങനെ സിമ്പിളായിട്ട് ഉറപ്പിക്കാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പം ഈ 3 ഡെറിവേഷൻസ് ഞാൻ പഠിപ്പിക്കും. ഏതെങ്കിലും ഒന്നേ പരീക്ഷയിൽ വരുള്ളൂ. അത് ഏതാണെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ 3 പഠിച്ചു വെച്ചാൽ മക്കളെ ഉറപ്പാണ് ഈ വർഷത്തെ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് ആ 3 അല്ലെങ്കിൽ 4 മാർക്ക്. അപ്പോൾ ആ 3-4 മാർക്ക് ഉറപ്പാക്കണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം ഇത് പഠിച്ചില്ലേ അവരുടെ 3-4 മാർക്കോ പരീക്ഷയിൽ പോകും. സോ നിങ്ങൾക്ക് സ്നേഹമുള്ള ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഒന്ന് അയച്ചു കൊടുക്കാൻ മടിക്കരുത്. ഓക്കെ, അത്രയുള്ള നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പരീക്ഷ ചോദിക്കാൻ പോകുന്ന 3 ഡെറിവേഷൻസ് ഉണ്ട്. ഇതിൽ 3 ചോദിക്കില്ല, ഏതെങ്കിലും ഒന്നേ പരീക്ഷ ചോദിക്കുള്ളൂ. പക്ഷെ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ചോദിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 3 നമ്മൾ വൃത്തിക്ക് പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ കുറച്ച് അവസാനം കുറച്ച് ഭാഗങ്ങൾ അത് ഞാൻ തരും, ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, പക്ഷേ ഈ 3 ഡെറിവേഷൻ പഠിക്കാണ്ട് നിങ്ങൾ പരീക്ഷ ഹാളിലേക്ക് പോയാൽ നിങ്ങൾക്ക് 4-5 മാർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ 3 ഡെറിവേഷൻ പഠിക്കാം. വളരെ സിമ്പിളാണ്. ഇത്രയുള്ള സംഭവം. ഒരു ഇൻഫൈനൈറ്റ് സ്ട്രെയിറ്റ് ചാർജ് വയർ എടുത്തു. ഇതിൽ കുറേ ചാർജ് ഉണ്ട്, പക്ഷേ ഈ സ്ട്രെയിറ്റ് വയറിലേ ചാർജ് ഉള്ളൂ. മക്കളെ ഈ എല്ലാ ചാർജ് കാരണം, ഈ വയർ കാരണം ബേസിക്കലി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല ഇവിടെ. എത്ര ഇലക്ട്രിക് ഫീൽഡ്? നമുക്ക് ഡിറൈവ് ചെയ്യണം. എന്ത് ഉപയോഗിച്ച് നമ്മൾ ഡിറൈവ് ചെയ്യും? ഈ പഠിച്ച ഗൗസസ് ലോ ഇല്ലേ, അത് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യും. അപ്പോൾ ഗൗസസ് ലോ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു സാധനത്തിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് എളുപ്പത്തിൽ ഡിറൈവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാർ എന്ത് സാധനത്തിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഡിറൈവ് ചെയ്യാൻ എളുപ്പമാണോ? അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ വരച്ചു വെച്ചു, കുറേ ചാർജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഗൗസസ് ലോ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യണം. പറ്റും, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കാര്യം ഉണ്ടാവില്ല. അപ്പോൾ സാർ ആർക്കൊക്കെയാണ് നമുക്ക് ഗൗസ് ലോ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഡിറൈവ് ചെയ്യാൻ പറ്റുക? വളരെ ഹൈലി സിമെട്രിക് ആയ ആൾക്കാർക്ക് മാത്രം. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കും ഗൗസ് ലോ ഉപയോഗിച്ചിട്ട് ഗൗസ് ലോ നമ്മൾ എല്ലാവർക്കും ഇലക്ട്രിക് ഫീൽഡ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമോ? ഇല്ല. വളരെ സിമെട്രിക് ആയിട്ട് കണ്ടോ, ഇതിനൊരു സിമെട്രി ഉണ്ട്. ഇതൊരു സിലിണ്ടറിക്കൽ സിമെട്രി ആണല്ലേ. ഇവിടെയും ഒരു ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സിമെട്രി ഉണ്ട്. ഒരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ സ്ഫെറിക്കൽ സിമെട്രി ഉണ്ട്, അല്ലെങ്കിൽ റേഡിയൽ സിമെട്രി ഉണ്ട്. അങ്ങനെ സിമെട്രിക് ഉള്ള സാധനത്തിന് പറ്റുള്ളൂ, തോന്നിയ ഷേപ്പിനൊന്നും പറ്റത്തില്ല. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. ശരി, അപ്പം ഒരു ഇൻഫൈനൈറ്റ് സ്ട്രെയിറ്റ് വയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കണം. ഇൻഫൈനൈറ്റ് ചാർജ് ഷീറ്റ്, വയറ് പിന്നെ ഷീറ്റ്, ഒരു ഷീറ്റ് എടുത്തു, ഒരു ബുക്ക് പോലത്തെ ഒരു ഷീറ്റ് എടുത്തു. ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ചാർജ്ഡ് ആണ്, ഫുൾ ചാർജ് ഉണ്ട്. അതുപോലെ ഒരു ഷെല്ല്, ഹോളോ സ്ഫിയർ അഥവാ ഷെല്ല്, സ്ഫെറിക്കൽ ഷെല്ല്. അതായത് ഷെല്ലിൻ്റെ ചാർജ് സർഫസിൽ മാത്രമേ ഉള്ളൂ. ഉള്ളിൽ ചാർജ് ഇല്ല സാർ, ഉള്ളിലില്ല. ഉള്ളിൽ പൊള്ളയാണ്, ഉള്ളിലൊന്നുമില്ല, ഉള്ളിൽ എയർ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ചാർജ് നിൽക്കുമോ? ഇല്ല. ഷീറ്റിൻ്റെ സർഫസിലായിരിക്കും ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. എത്രയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്? അത് നമുക്ക് ഡിറൈവ് ചെയ്യണം, അതിൻ്റെ എക്സ്പ്രഷനും പഠിക്കണം. പക്ഷേ ഡെറിവേഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷ ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്യുക, എൻ്റെ കൂടെ ചെയ്തു പോവുക. പരിപാടി ഇപ്പം തന്നെ തീർക്കുക, പിന്നെ പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കുക. ഓക്കെ, റെഡി? ഫസ്റ്റ് ഡെറിവേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ് വയർ. ഇൻഫൈനൈറ്റ്ലി ലോങ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ്ലി ലോങ് എന്നല്ല, അത്യാവശ്യം വലുത്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലുണ്ട്. ഈ ഇൻഫൈനൈറ്റ് വേണ്ട, അത്യാവശ്യം വലുത്, അത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഡെറിവേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ചാർജ് വയർ വരയ്ക്കുക. ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് കുറേ ചാർജ് ഇങ്ങനെ വെറുതെ കാണിച്ചാൽ മതി. ഓക്കെ, ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് ചുറ്റും നിങ്ങളൊരു ഗൗഷ്യൻ സർഫസ് എടുക്കും. അതെന്താ സാർ ഗൗഷ്യൻ സർഫസ്? ഞാൻ പറഞ്ഞുതരാം. ഒരു സിലിണ്ടർ ഇങ്ങനെ വരയ്ക്കും. ഈ ചാർജിനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ, ഈ ചാർജ് വയറിനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊരു അത്യാവശ്യം വൃത്തിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സിലിണ്ടർ വരയ്ക്കുക. അത്രയും മതി. ഓക്കെ, ഈ സിലിണ്ടറിൻ്റെ ഡയമെൻഷൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഈ സിലിണ്ടറിൻ്റെ ലെങ്ത് നമുക്ക് L ആയിട്ട് എടുക്കാം. ഇതിൻ്റെ റേഡിയസ് നമുക്ക് R ആയിട്ട് എടുക്കാം. ലെങ്ത് L, റേഡിയസ് നമുക്ക് R. ബുദ്ധിമുട്ടില്ല വലിയ കാണിക്കാൻ വേണ്ടിയിട്ട്. ശരി, ഈ സിലിണ്ടറിന് നമുക്ക് എന്ത് ചെയ്യാം, 3 സർഫസ് കാണിക്കാം മക്കളെ. ഇതിനെ നമുക്ക് 1, അതായത് ഈ കേർവ്ഡ് സർഫസിലുണ്ട് സിലിണ്ടറിൻ്റെ. എൻ്റെ മിനിറ്റ് സാധനം എടുക്കട്ടെ. നോക്കിക്കേ, ഇത് വേണ്ട, ഇത് പിടിക്കും. നോക്കിക്കേ, പിസ്തൻ്റെ സിലിണ്ടറാണ്. ഈ സിലിണ്ടറിൻ്റെ 3 സർഫസ് ഉണ്ട്. ഒന്ന് ഈ മുകളിലത്തെ അടപ്പ്, പിന്നെ താഴത്തെ അടപ്പ്,
പിന്നെ ഈ കേർവ്ഡ് സർഫസ്. ഈ മൊത്തം കേർവ്ഡ് സർഫസിനെ ഞാൻ 1 എന്ന് പറഞ്ഞ സർഫസ് ഏരിയ എടുത്തു. ഓക്കെ, മുകളിലത്തെ അടപ്പിനെ ഞാൻ 2 എന്ന് പറഞ്ഞ സർഫസ് ഏരിയ എടുത്തു. താഴത്തെ അടപ്പിന് ഞാൻ 3 എന്ന് പറഞ്ഞ സർഫസ് ഏരിയ എടുത്തു. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ 2ഉം 3ഉം ലെഫ്റ്റിൽ എഴുതാം കേട്ടോ. ഇത് 2 ആണ്, 3 ആണ്. വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ എടുത്താൽ. ഇത് 1, ഇത് 2, ഇത് 3 സർഫസസ്. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാട്ടോ നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അതിന് പക്ഷേ ഗോസ് ലോ ഉപയോഗിക്കണം. ഗോസ് ലോ ഉപയോഗിക്കണം എവിടെയായാലും ഫ്ലക്സ് വരുമായിരിക്കും. ഈ ഫ്ലക്സിൻ്റെ കാര്യം മുമ്പ് നമുക്ക് ഏരിയ വെക്ടർ വരയ്ക്കാം. ഈ മുകളിലത്തെ അടപ്പിൻ്റെ ഏരിയ വെക്ടർ എങ്ങോട്ടായിരിക്കും മക്കളെ? ഏരിയ വെക്ടർക്ക് എപ്പോഴും പെർപെൻഡിക്കുലർ ടു സർഫസ് ആയിരിക്കും. പെർപെൻഡിക്കുലർ ടു സർഫസ് ആയിരിക്കും. ഈ സർഫസിനോട് പെർപെൻഡിക്കുലർ. ശരിക്കും പറഞ്ഞാൽ പെർപെൻഡിക്കുലർ പുറത്തേക്ക് പെർപെൻഡിക്കുലർ എടുക്കാം, ഉള്ളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഏതെടുക്കും? എപ്പോഴും ഒരു ക്ലോസ്ഡ് സർഫസ് വന്നാൽ 2 ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് പുറത്തേക്ക് പെർപെൻഡിക്കുലർ എടുക്കാനും ഒന്ന് ഉള്ളിലേക്ക് പെർപെൻഡിക്കുലർ എടുക്കാനും. നമ്മൾ എപ്പോഴും പുറത്തേക്കുള്ള പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ ഈ സർഫസിനോട് പുറത്തേക്കുള്ള, ഈ സർഫസിൻ്റെ പുറത്തേക്കുള്ള പെർപെൻഡിക്കുലർ എന്താണ്? മുകളിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ്. സോ ഈ 2 എന്ന് പറഞ്ഞ സർഫസിൻ്റെ ഏരിയ വെക്ടർ വിൽ ബി മുകളിലേക്കുള്ള പെർപെൻഡിക്കുലർ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല? ബുദ്ധിമുട്ടില്ല സാർ? ബുദ്ധിമുട്ടില്ല. അതിന് നമുക്ക് വെറുതെ DS എന്ന് കാണിക്കാം. DS. ഓക്കെ, അതേപോലെ താഴത്തെ സർഫസിൻ്റെ ഈ താഴത്തെ അടപ്പിൻ്റെ ഏരിയ വെക്ടർ കൊണ്ടായിരിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. പക്ഷേ ഉള്ളിലേക്കുണ്ട് പുറത്തേക്കുണ്ട്, പുറത്തേക്കുള്ള പെർപെൻഡിക്കുലർ എടുക്കുക. അപ്പോൾ താഴത്തെ സർഫസിൻ്റെ ഏരിയ വെക്ടർ വിൽ ബി താഴേക്ക്. അതിനെ നമ്മൾ വേറെ DS ആയിട്ട് കാണിച്ചു. ഇവിടുത്തെ എല്ലാ ഏരിയ വെക്ടർ ആട്ടോ ഞാൻ കാണിക്കുന്നത്. ഓക്കെ സാർ, മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതേപോലെ ഈ കേർവ്ഡ് സർഫസിൻ്റെ ഏരിയ വെക്ടർ എന്തായിരിക്കും? ഇവിടുത്തെ കേർവ്ഡ് സർഫസിൻ്റെ ഏരിയ വെക്ടർ പെർപെൻഡിക്കുലർ, പുറത്തേക്കുള്ള പെർപെൻഡിക്കുലർ പറയും. ഔട്ട്വേർഡ് പെർപെൻഡിക്കുലർ അഥവാ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറയും. ഉള്ളിലേക്കുണ്ട് പുറത്തേക്കുണ്ട്, പക്ഷേ പുറത്തേക്കുള്ള പെർപെൻഡിക്കുലർ എടുക്കുക. പുറത്തേക്കുള്ള പെർപെൻഡിക്കുലർ എടുത്താൽ നിങ്ങളിങ്ങനെ ഇവിടെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ നിൽക്കും, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഇങ്ങനെ നിൽക്കും. DS. വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല സാർ? വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി പറ മക്കളെ, ഈ പോസിറ്റീവ് ചാർജ് വയർ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും മക്കളെ? പോസിറ്റീവ് ചാർജ് വയറാണ്. ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്വേർഡ് ആയിരിക്കും അല്ലേ? എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. അല്ല, പോസിറ്റീവ് ചാർജ് ആണ് എവേ ഫ്രം ദ. എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. പോടാ അല്ലെ? പോസിറ്റീവ് ചാർജിനോട് ഇപ്പം പറയും പോടാ പറയും. അപ്പോൾ എവിടെ നിങ്ങൾ എടുത്താലും എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇവൻ കാരണം ഇലക്ട്രിക് ഫീൽഡ് കാണിക്കണമെങ്കിൽ നിങ്ങൾ ഈ പോയിന്റിൽ ഇവൻ കാരണം ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദ ചാർജ് 2. ഇവിടെ എന്തായിരിക്കും? എവേ ഫ്രം ദ ചാർജ് 2. ഇവിടെ എന്തായിരിക്കും? എവേ ഫ്രം ദ ചാർജ് 2. ഏത് പോയിന്റിലും എവേ ഫ്രം. ഇപ്പോൾ ഇവിടെ കാണിക്കുകയാണെങ്കിൽ എവേ ഫ്രം ദ ചാർജ്, എല്ലാം എവേ ഫ്രം ദ ചാർജ് ആണ്. ബേസിക്കലി ഞാൻ എല്ലാം കാണിക്കാത്ത എപ്പോഴും എവേ ഫ്രം ദ ചാർജ്, റേഡിയലി എവേ ഫ്രം ദ ചാർജ്. അതായത് തോന്നിയ പോലെ അങ്ങോട്ടൊക്കെ ഒന്നുമില്ല, റേഡിയലി എവേ. അതായത് ഇങ്ങനെ മനസ്സിലാവുണ്ടോ? എല്ലാം കാണിച്ച് എനിക്ക് വട്ടാക്കാൻ താല്പര്യമില്ല. എനിക്ക് ആ 3 സർഫസിലെ കാണിച്ചാൽ മതി പോരെ? 3 സർഫസിൽ കാണിച്ചാൽ പോരെ? 1, 2 എന്ന് പറഞ്ഞ സർഫസിൽ അങ്ങോട്ടായിരിക്കും, 1 എന്ന് പറഞ്ഞ സർഫസിൽ അങ്ങോട്ടായിരിക്കും, 3 എന്ന് പറഞ്ഞ സർഫസിൽ അങ്ങോട്ട്, എല്ലായിടത്തും അങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ പറ, 2 എന്ന് പറഞ്ഞ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ പിങ്ക് കളർ റെഡ് കളർ എന്താ? ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇതും ഇലക്ട്രിക് ഫീൽഡ്, ഓരോ സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ്. ഇനി നിങ്ങൾ പറ, 2 എന്ന് പറഞ്ഞ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഏരിയ വെക്ടറിൻ്റെയും ഇടയിലുള്ള ആംഗിൾ θ 90°. ദാറ്റ് മീൻസ് നിങ്ങൾക്കറിയാം θ 90° ആയിക്കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഏരിയ വെക്ടറിൻ്റെയും ഇടയിലുള്ള ആംഗിൾ 90° ആയിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് 0. രണ്ടും ഒരേ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ θ 0 ആയിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഒരേ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ, ഏരിയ വെക്ടർ ഒരേ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ജസ്റ്റ് 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷേ 90° ആയി കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ കണ്ടാണ്. അതുകൊണ്ട് എനിക്ക് പറയാം, ഇവിടെ θ 90°, ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടർ 90° ആയതുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? സർഫസ് 2ൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? 0. സെയിം ലോജിക്കിൽ ഇവിടെ അതന്നെ സംഭവിക്കും. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും 90° വന്നിരിക്കുകയാണ്. θ = 90°. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഓൺ സർഫസ് 3 എന്ന് പറഞ്ഞ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഫ്ലക്സ് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് 0 എന്നാലും പറഞ്ഞില്ല. അതേ സെയിം ലോജിക്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? അത് നമുക്ക് അവസാനം എഴുതാം. പക്ഷേ ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവും. 1 എന്ന് പറഞ്ഞ സർഫസിൽ, ഈ കേർവ്ഡ് സർഫസിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. കാരണം ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷനാണ്. രണ്ടുപേരെയും വെറുതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി.
അങ്ങനെയാണ് നിങ്ങൾ പറയാം മക്കളെ. ഇനി പരിപാടി തീർന്നു. അപ്പം നിങ്ങൾ പരീക്ഷയിൽ എഴുതേണ്ട കാര്യങ്ങളുണ്ട്, ഇത് വരച്ച് വെക്കുക. എന്നിട്ട് എഴുതേണ്ട കാര്യങ്ങൾ ഓൺ സർഫസസ് 2 and 3 ഇലക്ട്രിക് ഫ്ലക്സ് വിൽ ബി 0. ഓൺ സർഫസസ് 2 and 3 ദി ഇലക്ട്രിക് ഫ്ലക്സ് വിൽ ബി 0. അതിൻ്റെ റീസൺസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സൈഡിൽ ഡയഗ്രാമിൽ തന്നെ കാണിക്കാൻ നോക്കുക. ഓക്കെ, റെഡി. അപ്പോൾ വലിയ പരീക്ഷയിൽ വരയ്ക്കുമ്പോൾ വലിയൊരു ലൈൻ വരച്ചിട്ട് വലിയൊരു സിലിണ്ടർ വരയ്ക്കുക. അല്ലെങ്കിൽ ഇതൊന്നും എഴുതാനുള്ള സ്ഥലം ഉണ്ടാവില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഇങ്ങനെ കളേഴ്സ് വെച്ച് കാണിക്കാനില്ല. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടി ഒരേ കളറിൽ എഴുതി കഴിഞ്ഞാൽ കാണൂല. അപ്പോൾ നിങ്ങൾ വലിയ സിലിണ്ടർ വരയ്ക്കുക, വലിയ സിലിണ്ടർ വലിയ ലൈൻ വരച്ച്, അപ്പോൾ കുറേ സ്ഥലം ഉണ്ടാവും എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇത് എഴുതി വെക്കുക. 2ലും 3ലും ഫ്ലക്സ് ഉണ്ടാവില്ല. എന്നിട്ട് മാത്രമല്ല, ഫ്ലക്സ് വിൽ ബി ഡ്യൂ ടു സർഫസ് 1 ഓൺലി. ഈ 1 എന്ന് പറഞ്ഞാൽ കേർവ്ഡ് സർഫസ് മാത്രമേ ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. കാരണം 2ഉം 3ഉം 0 ആയി, പിന്നെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എത്രയായിരിക്കും ഫ്ലക്സ്? ദാറ്റ് ഫ്ലക്സ് വിൽ ബി എത്രയായിരിക്കും പറയാം മക്കളെ? ഒന്നുമില്ല, ഇൻ്റഗ്രൽ ഓഫ് ഈ ഡോട്ട് ഡി എസ് എന്ന് എഴുതണോ? വേണ്ട, ഈ ഇൻറ്റു ഡി എസ് എന്ന് എഴുതിയാൽ മതി. കാരണം മക്കളെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഞാൻ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്താൽ പറയാം. ഓക്കെ, പക്ഷെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, വേറെ കാര്യം. ഓക്കെ, ഈ ഡോട്ട് ഡി എസ് എഴുതണ്ടെന്നേ ഉള്ളൂ, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കാരണം കേർവ്ഡ് സർഫസ് ആണ്, ഓരോ സ്ഥലത്ത് ഏരിയ വെക്ടർ വേറെ വേറെയാണ്. ഓക്കെ, സോ ഈ ഇൻറ്റു ഡി എസ് ചെയ്യാം. ഇതായിരിക്കും ഫ്ലക്സ്. പക്ഷേ ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഈക്വൽ ആയിരിക്കും. ഇതാര് പ്രകാരം? ഗോസ് ലോ. ഫ്ലക്സ് ആയിരിക്കും ഈ സാധനം. ക്ലോസ് ഈ റിംഗ് കൂടി ഇടണേ, ക്ലോസ് സർഫസ് അല്ലേ. ഇ ഡോട്ട് ഡി എസ് ക്യൂ ബൈ എപ്സിലോൺ 0. അപ്പം ഇത് ഈ ഡോട്ട് ഡി എസ് എഴുതാൻ കാരണം എന്താണ്? അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഏരിയ വെക്ടറിൻ്റെ ഇടയിലുള്ള തീറ്റ എന്താണ്? 0 ആയതുകൊണ്ട്. തീറ്റ 0 ഡിഗ്രി ആയതുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഈ പരിപാടി വേഗം തീർക്കാം. ഞാൻ ഈ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലുള്ള ഈനെ ഞാൻ പുറത്തേക്ക് എടുക്കും. ഇപ്പോൾ ഡി എസ് മാത്രമേ ഉള്ളിലുള്ളൂ. അതിൻ്റെ കാരണം എന്താണ് മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിൻ്റെ കൃത്യം നടുവിലാണ് ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഈ വയറെങ്കിൽ ഈ സർഫസിലുള്ള എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേറെ വേറെ ആയിരിക്കുമോ? സെയിം ആയിരിക്കില്ലേ? എടോ, ഇത് കൃത്യം നടുവിലാണ്, സിമെട്രിക് ആയിട്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. എല്ലാ ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കില്ലേ? അപ്പോൾ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ എന്തിനാ വെറുതെ ഈനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ആവശ്യമില്ല. അവൻ കോൺസ്റ്റൻ്റ് ആണോ, അവനെ പുറത്ത് പുറത്തേക്ക് മാറ്റി നിർത്താം. അവൻ കോൺസ്റ്റൻ്റ് ആണ്, അവനെടുത്ത് പുറത്തേക്ക് മാറ്റി നിർത്തി. ഇവനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ആവശ്യമില്ല. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇനി പറ മക്കളെ, ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ സർഫസ്, ഈ 1 എന്ന് പറഞ്ഞാൽ കേർവ്ഡ് സർഫസിലുള്ള കുഞ്ഞ് ഏരിയ വെക്ടർ. ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കുഞ്ഞ് ഡി എസുകളെ, ഇങ്ങനത്തെ കുറേ ഡി എസ് ഏരിയാസ് ഉണ്ടാവില്ലേ, എല്ലാ ഡി എസിനും കൂടി ആഡ് ചെയ്യാം. ഏത്? കേർവ്ഡ് സർഫസിന് മാത്രം. മക്കളെ, കേർവ്ഡ് സർഫസിലെ എല്ലാ ഡി എസിനും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കേർവ്ഡ് സർഫസ് ഏരിയ കിട്ടില്ലേ? കേർവ്ഡ് സർഫസിലെ ഓരോ പോയിന്റിനെ നിങ്ങൾ ഏരിയാസിനും കൂടി നിങ്ങൾ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കേർവ്ഡ് സർഫസ് ഏരിയ കിട്ടില്ലേ? വാട്ട് ഇസ് എ കേർവ്ഡ് സർഫസ് ഏരിയ? ഇന്റഗ്രൽ ഓഫ് ഡി എസ് ഇസ് ഈക്വൽ ടു കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ. അതിന്റെ ഫോർമുല എന്താണ് മക്കളെ? അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഇസ് 2πr. 2πr ഇൻറ്റു എൽ, ലെങ്ത് ഓഫ് ദ സിലിണ്ടർ. 2πr ഇൻറ്റു എൽ. അത് കിട്ടി സാർ. ഓക്കെ, ഇനി പറ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് ഡി എസിന് പകരം നമുക്ക് എഴുതാം 2πr ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട്. ഓക്കെ, ഒരു പരിപാടിയും കൂടെ ഞാൻ ഇറക്കും. ഞാൻ ലാംഡ എന്ന് പറഞ്ഞൊരു പുതിയ ക്വാണ്ടിറ്റിനെ ഡിഫൈൻ ചെയ്യും. എന്താണ് ഈ ലാംഡ? ലാംഡ എന്ന് പറഞ്ഞൊന്നുമില്ല, ഈ ലൈൻ ചാർജിൽ, അത് ഇൻഫൈനൈറ്റ്ലി ചാർജ് വയറില്ലേ, അതിലെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. പെർ യൂണിറ്റ് ലെങ്ത് എടുത്താൽ, അത് 1 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ, 1 മീറ്റർ കഷ്ണം എടുത്തു കഴിഞ്ഞാൽ എത്ര ചാർജ് ഉണ്ടോ അതിനാണ് ലാംഡ എന്ന് വിളിക്കുക. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്താൽ കാര്യങ്ങൾ നടക്കുള്ളൂ, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര സംഭവം എന്നല്ലത്, ഡിഫൈൻ ചെയ്ത കാര്യം നടക്കുള്ളൂ. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എൽ ആണ്. ഓക്കെ, ശരി, നല്ല കാര്യം. ഇനി ആലോചിച്ച് നോക്കും മക്കളെ, ഈ ഇലക്ട്രിക് ഫീൽഡ് മാത്രം നമുക്ക് മതി, ഈ 2πr നമുക്ക് വേണ്ട. അപ്പോൾ ആ 2πr അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ക്യൂ 2πr താഴെ വരുന്നു. അപ്പോൾ 2πrl പിന്നെ ഒരു എപ്സിലോൺ 0 കൊണ്ട് മറക്കരുത്. ഈ ക്യൂ ബൈ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡയാണ്. സോ യു ക്യാൻ റൈറ്റ് ലാംഡ ഡിവൈഡഡ് ബൈ 2πr എപ്സിലോൺ 0. 2πr എപ്സിലോൺ 0, 2π എപ്സിലോൺ 0 ആർന്ന് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. 2π എപ്സിലോൺ 0 ആർന്ന് എഴുതും. ക്ലോസ്, കഴിയും. ഈ ഇവിടത്തോടെ പരിപാടി തീർന്നു. ഇത്രയും ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. ആര് കാരണം? ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ് വയർ കാരണം. അത് എത്രയാണ്? ലാംഡ ഡിവൈഡ് ബൈ 2π എപ്സിലോൺ 0 ആർ അഥവാ 2πr എപ്സിലോൺ 0. നിങ്ങൾ എങ്ങനെ ഓർത്ത് വെച്ചാലും കുഴപ്പമില്ല, ഇതായിരിക്കും ഇക്വേഷൻ. ഓക്കെ,
വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ. പരീക്ഷയിൽ എന്തായാലും ചോദിക്കും. 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല. സോ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ 3 പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ വൈകുന്നേരമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ രാത്രിയോ നാളെ രാവിലെയോ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കൂടെ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല, അപ്പോൾ നിങ്ങൾ നോട്ട്സ് എടുത്തിട്ടോ എൻ്റെ ക്ലാസ് എടുത്തിട്ടോ ഒന്നും കൂടി പഠിക്കുക. എവിടേക്കാണ് നിങ്ങൾക്ക് കിട്ടാത്തത് പഠിച്ചെടുക്കുക. അന്ന് വൈകുന്നേരം തന്നെ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലായില്ല? അപ്പോൾ വൈകുന്നേരമാണ് ചെയ്യുന്നത്, അടുത്ത ദിവസം രാവിലെ ചെയ്യുക. അങ്ങനെ ചെയ്ത് നിങ്ങൾ ഒരു 3 പ്രാവശ്യം ഒരു ഗ്യാപ്പ് ഇട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, 3-4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി സെറ്റായി. അല്ലാണ്ട് ഈ പരിപാടി സെറ്റാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ എത്ര ബുദ്ധിയുള്ള ആളാണെങ്കിലും കാര്യമില്ല, പ്രാക്ടീസ് ചെയ്യാണ്ട് ഈ പരിപാടി നടക്കില്ല. ഓക്കെ, റെഡി? ശരി. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, λ/2πε0r. ഇനി നിങ്ങൾ പറ, ഇതിൻ്റെ ഒരു ഗ്രാഫ് വരച്ച് എങ്ങനെ ഉണ്ടാകും? ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസ് ഗ്രാഫ്. മക്കൾ ആലോചിച്ച് നോക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ പ്രകാരം ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. സോ ഗ്രാഫ് വരച്ചാൽ ഏതാണ്ട് ഇങ്ങനെ ഉണ്ടാവും, നല്ല ഭംഗിയിൽ ഇങ്ങനെ ടു ഷൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഗ്രാഫ് ഇങ്ങനെയല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഗ്രാഫ് പരീക്ഷ ചോദിച്ചാൽ ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കണം. അപ്പോൾ അതോടെ ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ കഴിഞ്ഞു. ഇനി ഇതേ പരിപാടി നമുക്ക് ഷീറ്റിൻ്റെ കേസിൽ ചെയ്യാം. ഇത് ചാർജ് ഷീറ്റാണ്, ഇതിൻ്റെ ഉള്ളിൽ ചാർജ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിന് സർഫസിൽ ചാർജ് ഉണ്ട്, കാണിക്കണം നിർബന്ധമില്ല, കാണിച്ചാൽ നല്ല കാര്യം. ഓക്കെ, ചാർജ് ഷീറ്റ് എടുത്തു. ഷീറ്റ് എന്ന് പറഞ്ഞാൽ ബുക്ക് അല്ലേ? ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഷീറ്റ്, തിൻ ഷീറ്റാണ് കേട്ടോ, അതിനടുത്ത് അടിയൊന്നുമില്ല, തിൻ ഷീറ്റാണ്. തിൻ ഷീറ്റ് കാരണം ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ജോലി. ഇവിടുത്തെ കണ്ടുപിടിക്കാം. ഓക്കെ, ശരി. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമുക്കൊരു ഗൗഷ്യൻ സർഫസ് വരയ്ക്കണം. അപ്പോൾ സാർ എന്താ ഈ ഗൗഷ്യൻ സർഫസ് നമ്മൾ വരയ്ക്കാൻ കാരണം? ഇവിടെ ശരിക്കും ഒരു സിലിണ്ടർ ഉണ്ടോ? ഇതിന് ചുറ്റും ശരിക്കും സിലിണ്ടർ ഉണ്ടോ? ഇല്ല. നമ്മുടെ കാൽക്കുലേഷന് വേണ്ടി ഗൗസസ് ലോ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സർഫസ് എടുക്കുകയാണ്. ഇത് അവിടെ ആക്ച്വലി ഇല്ല, അത് ഇമാജിനറി ആണ്, നമ്മുടെ കാൽക്കുലേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാർ ഗൗഷ്യൻ സർഫസ് എടുക്കാൻ പറ്റും? എന്തും എടുക്കാൻ പറ്റും, പക്ഷേ സിമെട്രിക് ആയിട്ട് എടുക്കണം. നിങ്ങൾ ഇവിടെ പോയി ഒരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമെട്രിക് ആയിട്ട് ഒന്നും കിട്ടില്ല. ആ സ്ഫിയറിൻ്റെ എല്ലാ പോയിന്റ്സും ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് എടുക്കാൻ എന്ത് വേണമെങ്കിലും കാര്യം. അപ്പോൾ ഹൈലി സിമെട്രിക് ആയിട്ടുള്ള ഒരു ഇമാജിനറി സർഫസ് ടു കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഫ്ലക്സിനെയാണ് നമ്മൾ ഗൗഷ്യൻ സർഫസ് വിളിക്കുക. ഇറ്റ് ഈസ് എൻ ഇമാജിനറി സർഫസ്, ഇറ്റ് ഈസ് ഹൈലി സിമെട്രിക് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഫ്ലക്സ്. ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഗൗഷ്യൻ സർഫസ് എടുക്കും. ഇവിടെ നമ്മൾ എന്തെടുക്കും പറ? ഇവിടെ പല ഗൗഷ്യൻ സർഫസ് എടുക്കാം. ഒരു ക്യൂബോയിഡ് എടുക്കാം, ഇങ്ങനെ ഒരു ക്യൂബോയിഡ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സിലിണ്ടർ തന്നെ എടുക്കാം. പക്ഷേ സിലിണ്ടർ ഇപ്രാവശ്യം എങ്ങനെ എടുക്കുന്ന അറിയോ? നമ്മൾ ഇങ്ങനെ വെക്കും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഇത് ഷീറ്റാണെങ്കിൽ ഷീറ്റ് ഒരു പേപ്പർ ഇട്ടാണ് നല്ലത്. അവിടെ ഇത് ഷീറ്റാണ്. ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഈ രീതിയിൽ നിൽക്കുന്ന, ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന, ഉള്ളിൽ കൂടെ പിളർന്ന് പുറത്തേക്ക് നിൽക്കുന്ന ഈ രീതിയിൽ നിൽക്കുന്നവർ, ഉള്ളിൽ കൂടെ കേട്ടോ, ഉള്ളിൽ കൂടെ നിൽക്കുന്നവർ നമ്മൾ എന്തെടുക്കും? ഒരു സിലിണ്ടർ എടുക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പിളർന്ന് കയറുന്ന ഒരു സിലിണ്ടർ എടുക്കും. അതാണ് നമ്മുടെ ഗൗഷ്യൻ സർഫസ്. അപ്പോൾ ശരിക്കും സാർ ഒരു സിലിണ്ടർ ഇങ്ങനെ ഉണ്ടാവുമോ? ഇല്ല, ശരിക്കും അവിടെ ഒരു കുന്തം ഉണ്ടാവില്ല. ഓക്കെ, ശരിക്കും അവിടെ എന്തുണ്ടാവില്ല? ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വരയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗൗഷ്യൻ സർഫസ്. മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടിൽ ഉള്ളിൽ കൂടെ ഇങ്ങനെ പിളർന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഗൗഷ്യൻ സർഫസ് ആണ്, സിലിണ്ടറിക്കൽ ഗൗഷ്യൻ സർഫസ് ആണ്. ക്ലിയർ? ഇവിടെ നമ്മൾ 3 സർഫസ് മാർക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, 3 സർഫസ് മാർക്ക് ചെയ്യാൻ. നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇതിനെ നമ്മൾ കേർവ്ഡ് സർഫസിനെ 1 എന്ന് മാർക്ക് ചെയ്തു. ഈ ഒരു താഴത്തെ അടപ്പിനെ 2 എന്ന് മാർക്ക് ചെയ്തു. മുകളിലത്തെ അടപ്പിനെ നമ്മൾ 3 എന്ന് മാർക്ക് ചെയ്തു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി, ഇനി ഓരോന്നിൻ്റെ ഏരിയ വെക്ടർ, ഇനി നമുക്ക് വേഗം കാര്യങ്ങൾ ചെയ്യാം. ഓരോന്നിൻ്റെ ഏരിയ വെക്ടർ വേഗം മാർക്ക് ചെയ്ത്. ഈ കേർവ്ഡ് സർഫസിൻ്റെ ഏരിയ വെക്ടർ പെർപെൻഡിക്കുലർ, ഈ പോയിന്റിലാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും, പക്ഷേ ഔട്ട്വേർഡ് പെർപെൻഡിക്കുലർ ആയിരിക്കും. DS അങ്ങോട്ട്, ഇവൻ്റെ അടപ്പിലെ ഏരിയ വെക്ടർ പുറത്തേക്കായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും, പക്ഷേ പുറത്തേക്കായിരിക്കും. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും, പുറത്തേക്കായിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? ശരി, അപ്പോൾ ഓരോന്നും നമ്മുടെ DS വെക്ടേഴ്സ് ആണ്. സോ DS വെക്ടർ, ഇനി അവിടെ DS വെക്ടർ എന്ന് കാണിക്കാം. ഇവിടെ DS വെക്ടർ എന്ന് കാണിക്കാൻ മാത്രമല്ല, കാരണം ഇതൊരു കേർവ്ഡ് സർഫസ് എന്നല്ല, ഇതൊരു അടപ്പല്ലേ. അടപ്പിൽ ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയനെ ഞാൻ A ആയിട്ട് എടുത്തു. ഇത്രയുള്ള സംഭവം. ദിസ് ഇസ് ഏരിയ വെക്ടർ A. സാർ S എന്നല്ല കാണിക്കേണ്ട, വേണ്ടോ? ഞാൻ ഈ സർഫസിൻ്റെ ഏരിയനെ ഞാൻ A എന്ന് എടുത്തു. അപ്പോൾ ഞാൻ A എന്ന് കാണിച്ചാൽ പോലെ മതി. കോൺസ്റ്റന്റ്, അത് കേർവ്ഡ് സർഫസ് ഒന്നും അല്ല. ഇങ്ങനെ കുറേ ഏരിയ വെക്ടർ വരയ്ക്കാൻ വേണ്ടി, ഇതുപോലെ കുറേ ഏരിയ വെക്ടർ വരയ്ക്കാൻ വേണ്ടി ഇല്ല, ഒറ്റ സർഫസ്, സിംഗിൾ സർഫസ് ആണ്. ഫ്ലാറ്റ് സർഫസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ സെയിം ആയിരിക്കും. സിമെട്രി നോക്കി, ഈ ഏരിയ ആ ഏരിയ വ്യത്യാസമൊന്നുമല്ല, സെയിം ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഞാൻ നേരെ ഇവിടെ എന്ത് ചെയ്തു? DS ഒന്നും കാണിക്കാൻ മുതൽ ഏരിയ വെക്ടർ നേരെ കാണിച്ചു, പണി എളുപ്പമാക്കാൻ വേണ്ടി. ഓക്കെ,
ഇനി ഓരോ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും നിങ്ങൾ കാണിച്ചേ പറ മക്കളെ. പോസിറ്റീവ് ചാർജ് ഷീറ്റ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് വീണ്ടും എവേ ഫ്രം ദ ചാർജ് ആയിരിക്കും, എവേ ഫ്രം ദ ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ എന്താണ് എവേ ഫ്രം ദ ഷീറ്റ്, ഷീറ്റിൽ നിന്ന് പുറത്തേക്ക്, ഇവിടെയും ഷീറ്റിൽ നിന്ന് പുറത്തേക്ക്. ഓക്കെ, പുറത്തേക്ക്, ഇവിടെയും ഷീറ്റിൽ നിന്ന് പുറത്തേക്ക്. ഷീറ്റ് ഇങ്ങനെയല്ല നിൽക്കുന്നത്, പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അവിടെ അങ്ങോട്ട്, ഇവിടെ ഇങ്ങോട്ട്, ഇവിടെ ഇങ്ങോട്ട്. ഓക്കെ, ഷീറ്റിൽ നിന്ന് എവേ ഫ്രം ദ ഷീറ്റ്. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താണ് ഇലക്ട്രിക് ഫീൽഡാണ്. ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ്, ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ്, ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വരച്ച് നല്ല വൃത്തിയിൽ വരച്ച് വെക്കുക. ഇത് വരച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ കേർവ്ഡ് സർഫസിൽ തീറ്റ എത്രയാണ്, 90 ഡിഗ്രി ആണ്. ഇപ്രാവശ്യം കേർവ്ഡ് സർഫസിലാണ് തീറ്റ 90 ഡിഗ്രി. തീറ്റ is equal to 90 ഡിഗ്രി. സോ ഫ്ലക്സ് ത്രൂ 1 is 0. തീറ്റ 90 ഡിഗ്രിയാണ്, ഫ്ലക്സ് എത്രയായിരിക്കും 0. ഓക്കെ, ഇവിടെ തീറ്റ 0 ഡിഗ്രിയാണ്, ഇവിടെ തീറ്റ 0 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി വേഗം കാര്യം പറ മക്കളെ. ഇവിടെ തീറ്റ 0 ഡിഗ്രിയാണ്, നേരെ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ ഇൻ്റഗ്രേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് സിമ്പിൾ സർഫസ് ആണ്. തീറ്റ 0 ഡിഗ്രിയാണ്, ഇലക്ട്രിക് ഫ്ലക്സ് ഏതായിരിക്കും? ഈ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഫ്ലക്സ് ടു 3 ഇസ് ഈക്വൽ ടു ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇ ഇൻറ്റു എ. നമ്മൾ കണ്ടിട്ടുണ്ട് തീറ്റ 0 ഡിഗ്രി ആയി രണ്ടുപേരും ഒരേ ഡയറക്ഷനിലായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഫ്ലക്സ് കിട്ടാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുക. കേർവ്ഡ് സർഫസ് ഒന്നല്ലേ നേരെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തോ, ഒന്നും ഇൻ്റഗ്രേറ്റ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. കേർവ്ഡ് സർഫസ് അല്ലെങ്കിൽ ജസ്റ്റ് ഇ ഇൻറ്റു എസ് ചെയ്യുക, പരിപാടി തീർക്കുക. കേർവ്ഡ് സർഫസ് അല്ലെങ്കിൽ വെറുതെ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക, പരിപാടി തീർക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം തന്നെ പരിപാടി തീർക്കുകയാണ്, അല്ലെ വെറുതെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെറുപ്പിക്കലോ. അതുകൊണ്ടാട്ടോ. ഓ, ഇവിടെ എന്താണ് തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി. നോക്കിയേ, തീറ്റ 0 ഡിഗ്രി. ഫ്ലക്സ് എന്തായിരിക്കും? വീണ്ടും സെയിം, ഫ്ലക്സ് ഇസ് ഈക്വൽ ടു രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുക, ഇ ഇൻറ്റു എ. അപ്പോൾ സാർ ഇത് അത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ഫ്ലക്സ് ആയിരിക്കുമോ? അല്ല മക്കളെ, നിങ്ങൾക്ക് ധാരണ സാർ സംശയം ഉണ്ടാവും, ഇത് നെഗറ്റീവ് ഫ്ലക്സ് അല്ലേ സാർ, അത് പോസിറ്റീവ് ഫ്ലക്സ് അല്ല. മക്കളെ, നെഗറ്റീവ് ഫ്ലക്സ് എപ്പോഴാണ് വരിക എന്നറിയോ? നമ്മൾ അതും ചെയ്തിട്ടുണ്ട്. നമ്മൾ നെഗറ്റീവ് ഫ്ലക്സ് എപ്പോഴാണ് വരിക? ഇലക്ട്രിക് ഫീൽഡ് താഴേക്കും ഫ്ലക്സ് മുകളിലേക്കും. അങ്ങനെയല്ല, ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഓപ്പോസിറ്റ് ആകുമ്പോഴാണ് ഫ്ലക്സ് എന്താണ് നെഗറ്റീവ് വരിക. അപ്പോൾ ഓപ്പോസിറ്റ് ആവുകയാണ് കണ്ടീഷൻ, അല്ലാണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലെഫ്റ്റിലേക്ക് ഏരിയ വെക്ടർ അങ്ങനെയൊന്നുമല്ല. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണോ, ഫ്ലക്സ് നെഗറ്റീവ് ആണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ രണ്ട് സ്ഥലങ്ങളിലും ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷനിലാണ് രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ്, ഓപ്പോസിറ്റ് അല്ല. സോ രണ്ടിടത്തും ഫ്ലക്സ് എന്തായിരിക്കും? പോസിറ്റീവ് ഫ്ലക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇവിടേക്ക് സാർ ലെഫ്റ്റിലേക്കല്ലേ നെഗറ്റീവ് ഫ്ലക്സ് അല്ല, അങ്ങനെയല്ല നോക്കേണ്ടത്. ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആണോ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. രണ്ടും ഒരേ ഡയറക്ഷനാണോ, പോസിറ്റീവ് ഫ്ലക്സ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ പരീക്ഷയിൽ ഇതൊക്കെ വരച്ച് കഴിഞ്ഞ് എഴുതി വെക്കുക. ഓൺ സർഫസ് 1 ഇലക്ട്രിക് ഫ്ലക്സ് വിൽ ബി 0. സർഫസ് 1 എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിരിക്കും. ഫ്ലക്സ് വിൽ ബി ഡ്യൂ ടു 2 and 3. ഇപ്രാവശ്യം 2 and 3 ആണ്, അടപ്പുകൾ കാരണമാണ് ഇവിടെ ഫ്ലക്സ് ഉണ്ടാവുക. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ്? ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഇന്റഗ്രേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2ന്റെ ഫ്ലക്സും 3ന്റെ ഫ്ലക്സും ആഡ് ചെയ്യാം. 2 എന്ന് പറഞ്ഞ സർഫസിന്റെ ഫ്ലക്സും 3ന്റെ രണ്ട് സർഫസിന്റെ ഫ്ലക്സ് ഉണ്ട്, ഇവിടെ ഒരു സർഫസ് മാത്രമല്ല. ഫ്ലക്സ് ഡ്യൂ ടു 2 എടുക്കുക പ്ലസ് ഫ്ലക്സ് ഡ്യൂ ടു 3 എടുക്കുക, ദാറ്റ് വിൽ ബി ടോട്ടൽ ഫ്ലക്സ്. ടോട്ടൽ ഫ്ലക്സ് എന്തിനോട് ഈക്വൽ ആയിരിക്കും? യൂസിങ് ഗോസസ് ലോ പ്രകാരം ഇൻസൈഡ് ചാർജ് ബൈ എപ്സിലോൺ 0 ഈക്വൽ ആയിരിക്കും. ടോട്ടൽ ഫ്ലക്സ് എത്ര വരും? ടോട്ടൽ ഫ്ലക്സ് വിൽ ബി ഫ്ലക്സ് 2 എത്രയാ? ഇ എ ആണ്. ഫ്ലക്സ് 3 എത്രയാ? അതും ഇ ആണ്. രണ്ടും പോസിറ്റീവ് ആണ്. ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി നിങ്ങൾ ഈ ടോട്ടൽ ഫ്ലക്സ് എഴുതി കളിക്കണ്ട, 2EA, 2EA ഉണ്ട്. 2EA ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതി വെക്കാം. ഇത്ര എഴുതി വെക്കാം, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ഇവിടെയും പുതിയൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യും. മക്കളെ, നേരത്തെ നമ്മൾ ലാംഡ ഡിഫൈൻ ചെയ്തു. ലാംഡ എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ലെങ്ത് ആയിരുന്നു, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ലാംഡ ഈസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അതിവിടെ ലെങ്ത് ആയതുകൊണ്ടാണ്. ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ലെങ്ത്തിലാണ്. പക്ഷേ ഇവിടെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ലെങ്ത്തിലല്ല, ഒരു ഏരിയയിലായതുകൊണ്ട് ഇവിടെ നമ്മൾ പുതിയൊരു സാധനം ഡിഫൈൻ ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് സിഗ്മ. സിഗ്മ ഇസ് നോട്ട് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ഇസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഷീറ്റിലെ 1 മീറ്റർ സ്ക്വയർ ഏരിയ എടുത്താൽ അവിടെ എത്ര ചാർജ് ഉണ്ടാവും, അതാണ് സിഗ്മ. ഓക്കെ, ഈ പരിപാടികളൊക്കെ വളരെ സിമ്പിളായിട്ട് തീരുന്നു. നോക്കിക്കോ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യൂ ഉണ്ടാവും. 2നെയും കൊണ്ട് കൊണ്ടുവരുന്നു, എനെയും കൊണ്ട് കൊണ്ടുവരുന്നു, എപ്സിലോൺ 0 എഴുതാം. ക്യൂ ബൈ എ എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. സോ ഇറ്റ് ഇസ് സിംപ്ലി സിഗ്മ ബൈ 2. അവിടെ ഉണ്ട് കേട്ടോ, 2 പോയിട്ടില്ല അവിടെ, 2 എപ്സിലോൺ 0. ഇലക്ട്രിക് ഫീൽഡ് സിംപ്ലി സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അപ്പോൾ ഒരു ഷീറ്റ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താണ് മക്കളെ? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. സിഗ്മ ഇസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ക്യൂ ബൈ എ. ഈ ഷീറ്റിൻ്റെ ഏരിയ എ ആണെങ്കിൽ, ഷീറ്റിൻ്റെ ചാർജ് ക്യൂ ആണെങ്കിൽ, ക്യൂ ബൈ എ ആയിരിക്കും സിഗ്മ. അത് ഓർത്ത് വെക്കണം കേട്ടോ. പ്രോബ്ലംസ് ഒന്നും ചോദിക്കാറില്ല, ഇന്ന് ഡെറിവേഷൻ മാത്രമേ ചോദിക്കാറുള്ളൂ. പക്ഷേ ജസ്റ്റ് ഓർത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, റെഡി? ശരി.
അപ്പോൾ ഈ ഡെറിവേഷൻ നമ്മൾ തീർത്തു. ഈ ഡെറിവേഷനും പരീക്ഷ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഡെറിവേഷനൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, കുറച്ച് നമ്മൾ ചെയ്യുന്ന അപ്രോച്ച് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുന്നത് തെറ്റില്ല, പക്ഷേ വെറുതെ സ്റ്റെപ്സ് വെറുതെ കൂടുന്നുള്ളൂ. അപ്പോൾ ഈ രീതി തന്നെ പഠിച്ചു വെക്കുക. അതുകൊണ്ട് പ്രാക്ടീസ് വേണം. കാരണം ഓരോ ഡെറിവേഷൻ ചെറിയ വ്യത്യാസമുണ്ട് നമ്മുടെ അപ്രോച്ചിൽ. ഇവിടെ ഇൻ്റഗ്രേഷൻ നമ്മൾ ഉപയോഗിച്ചു, നമ്മൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചില്ല. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇവിടെ ഗ്രാഫ് വരച്ച് എങ്ങനെ ഉണ്ടാവും മക്കളെ? ഇവിടെ ഈ ഡിസ്റ്റൻസ് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ ഏരിയ ആണ്. അത് ഫിക്സ്ഡ് ആണ് ഷീറ്റിന്. 2 എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്, എപ്സിലോൺ 0 ഫിക്സ്ഡ് ആണ്. ഇവിടെ ഡിസ്റ്റൻസിൻ്റെ ഒരു ടേം വരുന്നില്ല. അതായത് ഏത് ഡിസ്റ്റൻസിലും ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? σ/2 എപ്സിലോൺ 0 ആയിരിക്കും. അപ്പം ഏത് ഡിസ്റ്റൻസ് പറഞ്ഞാൽ കുറേ ഡിസ്റ്റൻസ് പോയാൽ വർക്ക് ചെയ്യില്ല കേട്ടോ, ഈ അസംഷൻ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അത്യാവശ്യം അടുത്തുള്ള ഡിസ്റ്റൻസിൽ നിങ്ങൾ ഏത് ഡിസ്റ്റൻസ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓഹോ. സോ തിൻ ഷീറ്റ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസ് വേഴ്സസ് ഗ്രാഫ്, ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസ് ഗ്രാഫ് വരച്ചാൽ അതെങ്ങനെ ഉണ്ടാവും? അത് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് ഡിസ്റ്റൻസിൽ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ഓൾവേസ് ബി, അത്യാവശ്യം ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, σ/2 എപ്സിലോൺ 0 തന്നെ കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. സോ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നിങ്ങളോട് പരീക്ഷ ചോദിക്കുകയാണ്, ഒരു പോയിന്റ് ചാർജ് ആണോ, ഒരു ലൈൻ ചാർജ് ആണോ, ഒരു സ്ട്രെയിറ്റ് വയറിലെ ചാർജ് ആണോ, അല്ലെങ്കിൽ ഒരു ഷീറ്റ് ആണോ കോൺസ്റ്റൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് തരിക, അല്ലെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് തരിക? ഷീറ്റ് ആയിരിക്കും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് തരിക. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി ആരും ഉപയോഗിക്കാം? ഒരു ഷീറ്റിനെ ഉപയോഗിക്കാം. കാരണം ഷീറ്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് തരിക, എല്ലാവരും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, ഈ ഡെറിവേഷൻ പഠിച്ചു വെക്കുക, ഈ ഗ്രാഫ് പഠിച്ചു വെക്കുക. ഗ്രാഫ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഡിസ്റ്റൻസ്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതോടെ രണ്ടാമത്തെ ഡെറിവേഷൻ പഠിച്ചു. ഇനി മൂന്നാമത്തെ ഡെറിവേഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ്. മൂന്നാമത്തെ ഡെറിവേഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 3 ഡെറിവേഷനിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാറ് ഈ ഡെറിവേഷൻ. സോ പഠിക്കാൻ റെഡി ആവിക്കോ. മൂന്നാമത്തെ ഡെറിവേഷൻ പഠിക്കാൻ റെഡി ആയിക്കോളൂ മക്കളെ. ഫീൽഡ് ഡ്യൂ ടു എ ചാർജ് സ്ഫെറിക്കൽ ഷെൽ. സ്ഫെറിക്കൽ ഷെൽ എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ സ്ഫിയർ ആണ്. ഇത് സ്ഫിയർ ആണ്, പക്ഷെ ഉള്ളിലൊന്നുമില്ല. ഉള്ളിൽ കാറ്റേ ഉള്ളൂ, എയർ മാത്രമേ ഉള്ളൂ. കാറ്റല്ല, എയർ, വായു മാത്രമേ ഉള്ളൂ. ഉള്ളിലൊന്നുമില്ല ബേസിക്കലി. ഓക്കെ, മെറ്റലൊന്നുമില്ല, മെറ്റൽ സർഫസിൽ മാത്രമേ ഉള്ളൂ. ഇമാജിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. അപ്പോൾ ഇവൻ്റെ ചാർജ് എവിടെ ഉണ്ടാവും? ചാർജ് സർഫസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ളിൽ ചാർജ് ഉണ്ടാവും? ഉള്ളിലൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, ചാർജ് ഉണ്ടാവുമല്ലോ. ചാർജ് ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ നിൽക്കുമോ? ഇല്ല. വായുവിൽ നിൽക്കുമോ? കാറ്റത്തല്ല സാർ, എന്ത് കാറ്റ്? വായുവിൽ നിൽക്കും? ഇല്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും അത് ചാർജ് ഉണ്ടാവും? ക്യൂ ചാർജ് അവൻ്റെ സർഫസിൽ ഉണ്ടെന്ന് വിചാരിക്കും. എത്ര ചാർജ് ഉണ്ട് സാർ? ക്യൂ ചാർജ് അവൻ്റെ സർഫസിൽ. ഓക്കെ, ക്യൂ ചാർജ്. ഓക്കെ, പറ മക്കളെ, ഇവൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഇവൻ്റെ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമുക്ക് ആദ്യം ഇവൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഗൗഷ്യൻ സർഫസ് വരയ്ക്കും. ഇമാജിനറി ഗൗഷ്യൻ സർഫസ് നമ്മൾ വരയ്ക്കാൻ പോവാണ്. മഞ്ഞ കളറാണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഉള്ളിലെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ളിൽ നിങ്ങളൊരു സ്ഫെറിക്കൽ തന്നെ, സർക്കിൾ അല്ല കേട്ടോ, ഇതൊക്കെ സ്ഫിയേഴ്സ് ആണ്. 3Dയിൽ ഇമാജിൻ ചെയ്യണം, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഗൗഷ്യൻ സർഫസ്. ഓക്കെ, ഗൗഷ്യൻ സർഫസിൻ്റെ റേഡിയസിനെ നമ്മൾ കുഞ്ഞാറ് വെച്ച് കാണിക്കാം. ഇനി അങ്ങോട്ട് കുഞ്ഞാറ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഗൗഷ്യൻ സർഫസിൻ്റെ റേഡിയസ് കുഞ്ഞാറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ചാർജ്ഡ് ഷെല്ല്. ഈ ചാർജ് ഷെല്ലാണ് ശരിക്കത്തെ ഷെല്ല്. ഈ മഞ്ഞ കളർ കാണിച്ചിരിക്കുന്ന അവിടെ ഒന്നുമില്ല, അത് ഇമാജിനറി ഗൗഷ്യൻ സ്ഫിയർ ആണ്. ദിസ് ഈസ് ഗൗഷ്യൻ സ്ഫിയർ, ഇറ്റ് ഈസ് ഇമാജിനറി. അവിടെ ഒന്നും ഇല്ല ശരിക്കും, അതിൻ്റെ മുകളിൽ ചാർജ് ഒന്നുമില്ല, അത് ഇമാജിനറിയാണ്, പ്യുവർലി ഇമാജിനറി ഗൗഷ്യൻ സ്ഫിയർ. ശരിക്കത്തെ ഷെല്ലിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, അതുകൊണ്ട് ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ. ശരിക്കത്തെ ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ, ഗൗഷ്യൻ സ്ഫിയറിൻ്റെ റേഡിയസ് സ്മോൾ ആർ. ഇവിടെ ഇതാണ് ഗൗഷ്യൻ സ്ഫിയർ. അവിടെ അത് ഇല്ലാതെ വിചാരിക്കുക, ചാർജൊക്കെ ഷെല്ലിലേ ഉള്ളൂ. ഇനി നിങ്ങൾ ഗൗസ് ലോ ഉപയോഗിക്കാം. കമോൺ, എന്താണ് ഗൗസ് ലോ? ഗൗസ് ലോ എപ്പോഴും ഉപയോഗിക്കാൻ നോക്കിയേ. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. പക്ഷേ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഈ ഇൻ്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക ഗൗഷ്യൻ സ്ഫിയറിൻ്റെ ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ആണ്. എല്ലാം ഗൗഷ്യൻ സ്ഫിയറിൻ്റെയാണ്. ശരിക്കത്തെ ഷെല്ല് എന്തോ ആയിക്കോട്ടെ, നമുക്ക് അതൊന്നും ആവശ്യമില്ല. നമ്മളെല്ലാം ഗൗഷ്യൻ സ്ഫിയറിൻ്റെ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഗൗഷ്യൻ സ്ഫിയറിൻ്റെ ഉള്ളിലുള്ള ചാർജ് ബൈ എപ്സിലോൺ 0. ഇതൊക്കെ ഗൗഷ്യൻ സ്ഫിയറിൻ്റെയാണ്, അല്ലെങ്കിൽ ഗൗഷ്യൻ സർഫസിൻ്റെയാണ്. ആ ഇമാജിനറി സർഫസിൻ്റെ ഫ്ലക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതുവഴി ശരിക്കത്തെ കിട്ടിയാൽ നല്ല കാര്യം. ഓക്കെ, അത് ഇപ്പോഴും മനസ്സിൽ വെറുതെ വെച്ചാൽ മതി. ഈ പറ മക്കളെ, ഈ ഗൗഷ്യൻ സ്ഫിയറിൻ്റെ ഉള്ളിലുള്ള ചാർജാണ് ഈ ക്യൂ.
പക്ഷെ ഗോഷ്യൻ സ്ഫിയറിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ല, ചാർജ് എല്ലാം അതിൻ്റെ മണ്ടയല്ലേ. അപ്പോൾ ഫ്ലക്സ് എത്രയാണ്? 0. ക്യൂബ് കാരണം ക്യൂ ഇൻസൈഡ് ഗോഷ്യൻ സർഫസ് എന്താണ്? ക്യൂ എത്രയാണ്? നെറ്റ് ചാർജ് ഇൻസൈഡ് ഇസ് 0. അതിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ല. ഇവനെ ഞാൻ വലുതാക്കി എടുത്താലും ചാർജ് ഇല്ല. ഇവൻ ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ ആയിടത്തോളം എത്ര വലുതാക്കി എത്ര ചെറുതാക്കി എടുത്താലും അതിൻ്റെ ഉള്ളിൽ ചാർജ് വരില്ല. കാരണം ഷെല്ലിൻ്റെ ഉള്ളിൽ ചാർജേ ഇല്ല. ചാർജിന് സർഫസിലല്ലേ ചാർജ് ഉള്ളൂ. ഉള്ളിൽ ചാർജ് ഇല്ല, ഫ്ലക്സ് 0 ആണ്. അപ്പം ഈ സാധനം 0 ആണെങ്കിൽ മക്കളെ DS 0 ആണെന്നൊരു നിർബന്ധമില്ല. കാരണം DS എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സർഫസിന് മൊത്തം ഏരിയ വെക്ടേഴ്സ് ഉണ്ട്. ഈ ഗോഷ്യൻ സർഫസിൻ്റെ മുകളിൽ മൊത്തം ഏരിയ വെക്ടേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. അവന് ഒരു ഏരിയ ഉണ്ട്, ആക്ച്വലി ആ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഏരിയ കിട്ടും. അപ്പോൾ പിന്നെ ഏരിയ അല്ല 0. അപ്പോൾ എന്തായിരിക്കും 0? ഫ്ലക്സ് 0 എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് 0 അല്ല ഇത് 0. അപ്പോൾ എന്തായിരിക്കും 0? ഇലക്ട്രിക് ഫീൽഡാണ് 0. ഇംപ്ലൈസ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് 0 ആണ്. ഇൻസൈഡിൽ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ സ്ഫെറിക്കൽ ഷെൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്ഫെറിക്കൽ ഷെൽ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ, ചാർജ് സ്ഫെറിക്കൽ ഷെൽ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു 0. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. കാരണം ചാർജ് മൊത്തം സർഫസിലായിരിക്കും. ഗോഷ്യൻ സ്ഫിയർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉള്ളിൽ ഫ്ലക്സ് 0 കിട്ടും, കാരണം ചാർജ് 0 ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ക്ലിയർ ആണ്? അപ്പോൾ ഇതിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ്? ഇപ്പോൾ ഇവിടെ ഒന്നും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഈ ഭാഗത്തോ എവിടെയും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. എവിടെ ഇലക്ട്രിക് ഫീൽഡ്? ഉള്ളിൽ എവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആണ്? അതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ഡെറിവേഷൻ. രണ്ടാമത്തെ പാർട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഇനി നമ്മൾ പുറത്തേക്ക് പോകണം. ഇതേ ഷെല്ലിൻ്റെ പുറത്തേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, അപ്പോൾ ഷെല്ലിൻ്റെ മുകളിൽ ചാർജ് ഉണ്ട്. ഷെല്ല് സെയിം ഷെല്ലാണ്, ഷെല്ലിൻ്റെ മുകളിൽ ചാർജ് ഉണ്ട്. ഷെല്ലിൻ്റെ മുകളിൽ ചാർജ് ഉള്ളൂ. ഗോഷ്യൻ സ്ഫിയർ ഒക്കെ ഇമാജിനറി സ്ഫിയർ ആട്ടോ. ഓക്കെ ഓക്കെ, ഇപ്രാവശ്യം പക്ഷേ നമ്മൾ ഗോഷ്യൻ സ്ഫിയർ എടുക്കാൻ പോകുന്നത് നമ്മളൊരു പുറത്ത് എടുക്കാൻ പോകുന്നത്, സ്ക്വയർ അല്ല കേട്ടോ, സ്ഫിയർ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഈ സർഫസിൻ്റെ പുറത്താണ് എടുക്കാൻ പോകുന്നത്. വലിയൊരു ഗോഷ്യൻ സ്ഫിയർ, കുറച്ചുകൂടി വലുതടിക്കണം, കുറച്ചുകൂടി വലുതായിരിക്കും. വാ, സിമെട്രിക് ആയിട്ട് എടുക്കാൻ നോക്കുക. ഈ മഞ്ഞ കളറുള്ള സാധനം നമ്മുടെ ഗോഷ്യൻ സ്ഫിയർ ആണ്. ഇമാജിനറി, അതിൻ്റെ മുകളിൽ ചാർജ് ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ഗോഷ്യൻ സ്ഫിയർ. ഉള്ളിൽ കിടക്കുന്ന സാധനമാണ്. അതിൻ്റെ ഗോഷ്യൻ സ്ഫിയറിൻ്റെ റേഡിയസ് എന്താണ്? കുഞ്ഞാറ് എടുക്കും. കുഞ്ഞാറൊന്ന് നമുക്ക് കാണിച്ചേക്കാം. കുഞ്ഞാറ് ഇപ്രാവശ്യം കുഞ്ഞാറായിരിക്കും വലുത്, വലിയാറ് ചെറുതായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക, ഉള്ളിലുള്ള ഷെല്ലാണ് ശരിക്കത്തെ ചാർജ് ഷെല്ല്. ചാർജ്ഡ് ഷെല്ല്, അവൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R. ഓക്കെ, ഇനി നമ്മൾ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പുറത്തൊരു ഗോഷ്യൻ സ്ഫിയർ കൺസിഡർ ചെയ്തു. ഗോഷ്യൻ സ്ഫിയറിൻ്റെ റേഡിയസ് കുഞ്ഞാറ്. വീണ്ടും നമ്മൾ ഗോസസ് ലോ ഉപയോഗിക്കുകയാണ്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ E.ds, ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ഏരിയ വെക്ടർ ഇസ് ഈക്വൽ ടു Q/ε0 ഉപയോഗിക്കാൻ പോകണം. ഓക്കെ, ഇപ്പം ഇപ്രാവശ്യം Q 0 ആവോ? ഇല്ല. ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ Q ചാർജ് ഉണ്ട്. ഈ സ്ഫെറിക്കൽ ഷെല്ലിലെ ടോട്ടൽ ചാർജ് Q ആണെങ്കിൽ ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ Q ചാർജ് കിടപ്പുണ്ട്. അതിങ്ങനെ എവിടെ കിടന്നാലും വിഷയമുള്ള കാര്യമല്ല സാർ. അത് നടുവിലല്ല, അതിനിപ്പോൾ എന്താ? അത് ഗോസ് ആവുമെന്നും പറഞ്ഞില്ല. എവിടെ കിടന്നാലും കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിലായാൽ മതി. Q ഉള്ളിലുണ്ടല്ലോ, ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം ഇലക്ട്രിക് ഫീൽഡ് 0 ആവില്ല എന്ന് അർത്ഥം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ പറയാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഓക്കെ, ഓരോ സ്ഥലത്തെയും നിങ്ങൾ ഗോഷ്യൻസ് എല്ലാം ഈ ഏരിയ വെക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ നമ്മൾ Q ഒക്കെ കൺസിഡർ ചെയ്യുന്നത് ഗോഷ്യൻ സർഫസിൻ്റെ മുകളിലാണ്. ഓക്കെ, റെഡി? പറ മക്കളെ, ഈ ഗോഷ്യൻ സർഫസിൻ്റെ ഓരോ സ്ഥലത്ത് ഏരിയ വെക്ടർ നിങ്ങൾ വെറുതെ വരച്ച് നോക്കിയേ. ഏരിയ വെക്ടർ, ഇവിടുത്തെ ഏരിയ വെക്ടർ പെർപെൻഡിക്കുലർ, ശരിയല്ല, ഇവിടുത്തെ ഏരിയ വെക്ടർ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടുത്തെ ഏരിയ വെക്ടർ സർഫസിനോട് പെർപെൻഡിക്കുലർ. അപ്പോൾ ഓരോ സ്ഥലത്ത് ഏരിയ വെക്ടർ എന്തായിരിക്കും? സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഉണ്ടോ? ഏതാണ്ട്. ഓക്കെ, ഇതൊക്കെ ഏരിയ വെക്ടേഴ്സാണ്. ഇത്രയും മതി. 4 ഏരിയ വെക്ടേഴ്സ് ഞാൻ കാണിച്ചു. ഇതൊക്കെ എന്താണ്? ആ സർഫസിന് ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ വെക്ടേഴ്സാണ്. DS. ഓക്കെ, നിങ്ങൾ പറ, ഈ സ്ഫെറിക്കൽ സിമെട്രിയുള്ള ഷെല്ല് കാരണം ഇലക്ട്രിക് ഫീൽഡും എന്തായിരിക്കും? ഇതേപോലെ റേഡിയൽ ആയിരിക്കും. കുച്ചു 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 കുച്ചു, ശരിയല്ലേ? റേഡിയൽ ആയിരിക്കും. അതായത് ഇങ്ങനെയൊന്നല്ല ആയിരിക്കില്ല ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. കാരണം സ്ഫെറിക്കൽ ഷെല്ലാണ് സിമെട്രി പ്രകാരം. അത് സിമെട്രി പ്രകാരം പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പ്രൂഫൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ സിമെട്രി പ്രകാരം നിങ്ങൾ ഗോഷ്യൻസ് ഇവൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഓരോ പോയിന്റിലും ആ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? റേഡിയൽ ആയിരിക്കും. അതായത് റേഡിയസിൻ്റെ അലോങ് ആയിരിക്കും. ഇതിൻ്റെ റേഡിയസിൻ്റെ അലോങ് ആയിരിക്കും. ഏതാണ്ട് എനിക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. റേഡിയസിൻ്റെ അലോങ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും, റേഡിയൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇത് ആരുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്? ഇവൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. പക്ഷേ നമ്മൾ ഗോഷ്യൻ സർഫസിൻ്റെ മുകളിലാണ് നമുക്ക് വേണ്ടത്.
ഉണ്ടാക്കുന്നത് മറ്റേതായിക്കോട്ടെ, ഇവനായിരിക്കും ഉണ്ടായിക്കോട്ടെ. പക്ഷേ അത് നമുക്ക് വിഷയമുള്ളതായിരുന്നു. നമ്മൾ ഗോഷ്യൻ സർഫസിൻ്റെ ഫ്ലക്സ് അല്ല കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഗോഷ്യൻ സർഫസ് അതും സ്ഫെറിക്കൽ ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, സിമെട്രി പ്രകാരം ഈ ഗോഷ്യൻ സർഫസിൻ്റെ മുകളിലെ ഏരിയ വെക്ടറും അവൻ്റെ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന് എപ്പോഴും എന്താണ് 0 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഈ ഡോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഡോട്ട് ഡി എസ് എന്താവും, ഈ ഇൻറ്റു ഡി എസ് ആയിക്കോളും. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം ഈ ഇൻറ്റു ഡി എസ്. പരീക്ഷയിൽ നിങ്ങൾ ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പരീക്ഷയിൽ നിങ്ങൾക്ക് ഇതൊക്കെ ബൈഹാർട്ടായിരിക്കണം. അടുത്ത സ്റ്റെപ്പ് ഇ ഇൻറ്റു ഡി എസ് ആണ്, അങ്ങോട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈനെ പുറത്തെടുക്കും. എന്തുകൊണ്ടായിരിക്കും? എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിന് സാറിന് മനസ്സിലായത്? എടോ, വീണ്ടും സ്ഫെറിക്കൽ സിമെട്രി അല്ലേ? ഞാൻ മുകളിലത്തെ ഇലക്ട്രിക് ഫീൽഡും താഴത്തെ ഇലക്ട്രിക് ഫീൽഡും വേറെ വേറെ ആയിരിക്കുമോ? ഇല്ല, സെയിം ആയിരിക്കും. മുകളിലും താഴെ, എന്ത് മുകളിലും താഴെ എല്ലാം സ്ഫെറിക്കൽ സിമെട്രിയാണ്. എല്ലാം സെയിം. ഈ ഡിസ്റ്റൻസ് ഒക്കെ സെയിം ആണ്. സോ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ലെഫ്റ്റിലെ ഇലക്ട്രിക് ഫീൽഡും റൈറ്റിലെ ഇലക്ട്രിക് ഫീൽഡും എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ത്രൂ ഔട്ട് ഗോഷ്യൻ സർഫസ്. അപ്പോൾ ഞാൻ ഇലക്ട്രിക് ഫീൽഡിനെ വെറുതെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് കോൺസ്റ്റന്റ് ആണെങ്കിൽ വേണ്ട, പുറത്തെടുത്തു. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് എന്താണ് സാർ? ഡി എസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം മക്കളെ, ഡി എസ് എന്ന് പറഞ്ഞാൽ എവിടുത്തെ ഏരിയ വെക്ടറാണ്? ഗൗഷ്യൻ സർഫസിൻ്റെ ഏരിയ വെക്ടറാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡി എസിനും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആരുടെ സർഫസ് ഏരിയ ആണ്? ഷെല്ലിൻ്റെ സർഫസ് ഏരിയ അല്ല, ഗൗഷ്യൻ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർഫസ് ഏരിയ ഓഫ് ഗൗഷ്യൻ സ്ഫിയർ. ദാറ്റ് ഈസ് 4π സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ തന്നെ 4π r² ആണ് സർഫസ് ഏരിയ സ്ഫിയർ. പക്ഷേ ആരുടെ ഏരിയ ആണ് വേണ്ടത്? ഗൗഷ്യൻ സ്ഫിയറിൻ്റെ. അപ്പോൾ ആരുടെ റേഡിയസ് ഉപയോഗിക്കണം? ഗൗഷ്യൻ സ്ഫിയറിൻ്റെ റേഡിയസ് കുഞ്ഞാറ് ഉപയോഗിക്കണം. കാരണം ഗൗഷ്യൻ സ്ഫിയറിൻ്റെ ഏരിയ വെക്ടറാണ് ഡി എസ്. അതിനെയാണ് നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അഡീഷനാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ 4π സ്മോൾ r² ആണ് ഗൗഷ്യൻ സർഫസിൻ്റെ റേഡിയസ്. ശ്രദ്ധിക്കുക, അല്ലേ തെറ്റൂട്ടോ. അപ്പോൾ 4π സ്മോൾ r². ഓക്കെ ഈസ് ഈക്വൽ ടു Q/ε0. ഈ പരിപാടി തീർന്നു നോക്കിയോ. 4π r² അവിടെ കൊണ്ടുപോയാൽ പരിപാടി ഇപ്പോൾ തീർന്നു നോക്കിയോ. 4π r² അവിടെ കൊണ്ടുപോയാൽ നിങ്ങളൊന്ന് 4ഉം πയും ε0 ആദ്യം എഴുതുക, r² പിന്നീട് എഴുതുക ബുദ്ധിപരമായിട്ട്. സാർ 1/4π ε0 എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിക്കേ അല്ലേ? കുഞ്ഞിക്കേ 1/4π ε0 നമ്മൾക്ക് ആദ്യം കണ്ടൊക്കെ ആ KQ/r² അല്ലേ? അതാണ് KQ/r². 1/4π ε0 K ആണ്, KQ/r² ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആ ഷെല്ല്, ചാർജ് ഷെല്ല് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? സിംപ്ലി KQ/r². സാർ KQ/r² അല്ലേ ഇവൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്നത്? സെയിം ആസ് പോയിന്റ് ചാർജ്. അതെ, സെയിം ആസ് E ഡ്യൂ ടു പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ് ഒരു ഷെല്ലും ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു ക്യൂ ചാർജ് ഷെല്ല് 6 ഡിസ്റ്റൻസ് അകലെ, 6 എന്ന് പറഞ്ഞാൽ സെൻറ്റർ നോക്കണേ, അതിൻ്റെ സർഫസ് എന്നല്ല, സെൻറ്ററിൽ നിന്നാണ് 6 ഡിസ്റ്റൻസ് നോക്കുന്നത്. അപ്പോൾ ഒരു ഷെല്ല്, ക്യൂ ചാർജ് ഷെല്ല് 6 ഡിസ്റ്റൻസ് അകലെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും അതേ ക്യൂ ചാർജ് എല്ലാം കൂടെ പിടിച്ച് ഒരു പോയിന്റ് ചാർജ് ആക്കി സെൻറ്ററിൽ കൊണ്ടുവച്ചാൽ ആ പോയിന്റ് ചാർജ് 6 ഡിസ്റ്റൻസ് അകലെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഓർത്ത് വെച്ചാൽ മതി, പരീക്ഷയിൽ ചോദിക്കാറൊന്നുമില്ല. ഷെല്ലിൽ നിങ്ങൾ ചാർജ് സ്പ്രെഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് ആ സെൻറ്ററിൽ നിന്ന് നിങ്ങൾ 6 ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്താൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? നിങ്ങൾ ആ ഷെല്ലിലെ മൊത്തം ചാർജിനെ എടുത്തിട്ട് ആ 3 കൂളും ചാർജിനാണ് എടുത്തിട്ട് പോയിന്റ് ചാർജ് ആക്കി ഇവിടെ വെക്കുക. ആ 3 കൂളും പോയിന്റ് ചാർജ് 6 ഡിസ്റ്റൻസ് അകലെ ഉണ്ടാകുന്ന സെയിം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. കാരണം ഇക്വേഷൻ പറയുന്ന നോക്കി KQ/r². ഓക്കെ സാർ, ഇവിടെ മറ്റേ പരിപാടി ഇല്ലേ, സിഗ്മ ലാംഡ, അതുകൊണ്ട് അതിന് ടേംസിന് നമുക്ക് എഴുതാൻ പഠിക്കണം. ഓക്കെ, അതെങ്ങനെയാണ് സാർ എഴുതുക? പഠിപ്പിച്ചുതരാം. സിഗ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ വീണ്ടും നോക്കിക്കേ, നിങ്ങൾ വിചാരിക്കും സാർ ഇവിടെ ആദ്യത്തേൽ ലൈനിലായിരുന്നു ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, സോ ലാംഡ ഈസ് ഈക്വൽ ടു Q/L. രണ്ടാമത്തേൽ ഷീറ്റിലായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, സോ അവിടെ ഏരിയയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, സോ സിഗ്മ ഈസ് ഈക്വൽ ടു Q/area. അപ്പോൾ സാർ ഇവിടെ വോളിയം ആവുമോ? ഇല്ല. കാരണം മക്കളെ ഇവിടെ ഈ ചാർജ് ഷെല്ലിൻ്റെ സർഫസിൽ മാത്രമല്ലേ ചാർജ് ഉള്ളൂ, വോളിയത്തിനുള്ളിൽ ചാർജ് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്? സിഗ്മ തന്നെ മതി, Q/area മതി. ഓക്കെ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്ന്. കാരണം ഏരിയയിൽ മാത്രമല്ലേ, സർഫസ് ഏരിയയിൽ മാത്രമല്ലേ ചാർജ് ഉള്ളൂ. അപ്പോൾ നമുക്ക് വോളിയത്തിൻ്റെ പരിപാടി ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. സോ എഗെയിൻ ഹിയർ Q/area ആണ്, ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. നമുക്ക് കാൽക്കുലേറ്റും ചെയ്യാൻ പറ്റും. പറ മക്കളെ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ എടുക്കുമ്പോൾ ആരുടെ ഏരിയ എടുക്കണം? ടോട്ടൽ ചാർജ്, ഷെല്ലിൻ്റെ ചാർജ്. ടോട്ടൽ ഏരിയ ആരുടെ ഏരിയ? മക്കളെ ചാർജ് കിടക്കുന്ന ഷെല്ലിലാണ്, ചാർജ് കിടക്കുന്നത് ഷെല്ലിലാണ്. അപ്പോൾ സിഗ്മ എടുക്കുമ്പോൾ നിങ്ങൾ ഷെല്ലിൻ്റെ ഏരിയ എടുക്കണം.
ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ചാർജ് കിടക്കുന്ന യൂണിറ്റ് ഏരിയ ആരുടെയാണ് മക്കളെ? ഷെല്ലിൻ്റെ ഏരിയയിൽ എടുക്കേണ്ടത്. സോ 4π ക്യാപിറ്റൽ R² ഇവിടെ എടുക്കണം. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, ഗൗസസ് ലോ കാൽക്കുലേഷനിൽ മൊത്തം നിങ്ങൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എസ്, ഈ ഡി എസ് എന്ന് പറഞ്ഞാൽ ഗൗഷ്യൻ സ്ഫിയറിനെയാണ്. പക്ഷേ സിഗ്മ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ, ചാർജ് കിടക്കുന്ന എവിടെയാണ്? ഷെല്ലിലാണ്, ചാർജ് ഷെല്ലിലാണ്. അപ്പോൾ അവൻ്റെ ഏരിയ നിങ്ങൾ അവിടെ എടുക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്യൂവിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പം അങ്ങനെയാണ് ക്യൂ എന്തായിരിക്കും? 4π R² കൊണ്ടുണ്ടാകും. സിംപ്ലി ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4π R². ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഒരു പുതിയ ഇക്വേഷൻ കിട്ടും ഇൻ ടേംസ് ഓഫ് സിഗ്മ. അതും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിൽ അങ്ങനെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. ഓക്കെ, റെഡി. അപ്പം നിങ്ങൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഫ്രം ഇതിന് നമ്മൾ 1 എന്ന് വിളിക്കാം, ഇതിന് നമുക്ക് 2 എന്ന് വിളിക്കാം. അപ്പം 2 എന്ന് പറഞ്ഞ സാധനം 1ൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കെ ഒക്കെ വന്നു. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, KQ/R² ആയിരിക്കും. ഈ ഫോമിൽ ഓർത്ത് വെക്കുക. മാത്രമല്ല ഈ 2 എന്ന സാധനം 1ൽ കൊണ്ടിടുക. പുട്ട് 2 in 1, പുട്ട് 2 in 1. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും E ഈസ് ഈക്വൽ ടു ക്യൂവിന് പകരം നിങ്ങൾ ഇട്ട് കൊടുക്കുക സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ R² ഡിവൈഡഡ് ബൈ 4π എപ്സിലോൺ 0 സ്മോൾ R². 4πയും 4πയും കട്ടാവും, എപ്സിലോൺ 0 ബാക്കി ഉണ്ടാവും. സോ അവസാനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യാപിറ്റൽ R² ബൈ സ്മോൾ R² ആയിരിക്കും. 4π പോയാൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യാപിറ്റൽ R² ബൈ സ്മോൾ R². ക്ലിയർ ആണല്ലോ മക്കളെ? ശരി. അപ്പം നമ്മുടെ സിഗ്മയുടെ ടേംസിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയും. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി, സർഫസിലെ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ. സർഫസ് ചാർജ് ഡെൻസിറ്റി വിളിക്കും, പേരിലും വലിയ കാര്യമില്ല. സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു R² ബൈ സ്മോൾ R². അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്മ ബൈ എപ്സിലോൺ 0 ഇവിടെ കണ്ടിട്ടുണ്ടോ? സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ്. സിഗ്മ ബൈ എപ്സിലോൺ 0 ഉണ്ട് R² ബൈ R². ക്ലിയർ ആണല്ലോ മക്കളെ? വലിയ ബുദ്ധിമുട്ടില്ല.